സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിങ്ങിൽ നമുക്ക് കുറേ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ചിലതൊന്നും എന്താ പറയുക, ഒന്നും അങ്ങോട്ട് വർക്കാവുന്നില്ല. ഇങ്ങനെ നിൽക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് ബിഗിനേഴ്സിനും അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർക്കും വളരെ മെച്ചപ്പെട്ട ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ലിക്വിഡിറ്റി പ്ലസ് എസ് എം സി ലിക്വിഡിറ്റി പ്ലസ് എസ് എം സി എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോണത്. ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് നമുക്ക് എസ് എം സി പഠിച്ചവരുണ്ടാവും. പക്ഷേ എങ്ങനെ എസ് എം സിയിൽ അതേപോലെ നമ്മൾ കൺഫർമേഷനൊക്കെ നോക്കി എൻട്രി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ലോസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ അവതാളത്തിലായിരിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എങ്ങനെ നമ്മൾ എസ് എം സി പ്ലസ് ലിക്വിഡിറ്റി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോണതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പുതിയതായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി, ഞാൻ നിർബന്ധിക്കില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും നിങ്ങൾ അടിയിൽ കമൻസ് ഇടാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഓരോ സംഭവങ്ങളും കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തരാം. ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, എന്നാലും പ്രശ്നമില്ല, നമ്മളെല്ലാം കറക്റ്റായിട്ട് കാണിച്ചിരിക്കും. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് തന്നെ പോവാം. ഞാനിവിടെ ജസ്റ്റ് ഒരു പ്ലെയിൻ സംഭവം എടുത്തിട്ടുണ്ട്. ഈ പ്ലെയിൻ സംഭവത്തിൽ ഞാനൊരു സ്വിങ് ആദ്യം വരയ്ക്കാം. ഞാനൊരു സ്വിങ് വരച്ചു. ഈ സ്വിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വിങ്ങിൻ്റെ ഹൈ ലോയും ഇല്ലേ, ഇത് സൈഡിലേക്ക് ഒരു മിനിറ്റ്. ഇതിൻ്റെ ഹൈ ലോയും നമ്മൾ മാർക്ക് ചെയ്യണം ഫസ്റ്റ്. ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. ബ്രേക്ക് ആയിട്ടുള്ള ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഹൈ ഞാൻ മാർക്ക് ചെയ്തു. ഈ ഹൈനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബ്രേക്കോ സ്ട്രക്ചർ എന്നാണ്. ഒരു ഹയർ ഹൈ, വേറൊരു ഹയർ ഹൈ വന്നിട്ട് ഉദാഹരണത്തിന് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ആ ഹയർ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് അവിടെ ബോസ് ആയിട്ട് മാറി, ബ്രേക്കോ സ്ട്രക്ചർ ആയിട്ട് മാറി. ഞാനവിടെ ബ്രേക്കോ സ്ട്രക്ചർ മാർക്ക് ചെയ്തു. നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും, ബ്രേക്കോ സ്ട്രക്ചർ കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്തു. നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതാണ് ഓർഡർ ബ്ലോക്ക് ആണ്. എസ് എം സിയിൽ മെയിനായിട്ട് വേണ്ടത് രണ്ടെണ്ണമാണ്. ഒന്ന് ഓർഡർ ബ്ലോക്ക്, പിന്നെ FVG, അതേപോലെ തന്നെ ബ്രേക്കോ സ്ട്രക്ചർ. ഈ ബ്രേക്കോ സ്ട്രക്ചറും കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഇനി ഓർഡർ ബ്ലോക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ ഓർഡർ ബ്ലോക്ക് എവിടെയാണ് വരിക? അപ് ട്രെൻഡ് ആണ്. ഈ വരച്ചിരിക്കുന്നത് അപ് ട്രെൻഡ് ആണ്. ഈ അപ് ട്രെൻഡിൽ നമ്മൾ എവിടെ വേണം മാർക്ക് ചെയ്യാൻ? ഈ ഡൗൺ സൈഡിലെ ലാസ്റ്റ് ഉണ്ടായത്. അപ്പ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്പ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടായ റെഡ് ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്യണം. നമുക്ക് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാവും. ഈ റെഡ് ക്യാൻഡിൽ ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും, റെഡ് ക്യാൻഡിൽ ഞാനിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണോ നമുക്ക് വേണ്ടത്? അല്ല. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ വിട്ടുപോയി. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ FVG ആണ്. FVG നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഡർ ബ്ലോക്കിനോട് ചേർന്നിട്ടുള്ള, ഓർഡർ ബ്ലോക്ക് കഴിഞ്ഞിട്ട് അടുത്ത FVG എവിടെയാണോ വരുന്നത് അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മൾ അവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത് കിട്ടുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത FVG ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത ഹയർ ഹൈ, അതായത് അടുത്ത ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അടുത്ത ഹയർ ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഹയർ ഹൈ ഞാൻ മാർക്ക് ചെയ്തു. അടുത്ത ഹയർ ഹൈയും ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർക്കറ്റ് ഇനി മേളിലോട്ട് കയറി പോവില്ല. കാരണം ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ എന്തായാലും മാർക്കറ്റ് അടിയിലോട്ട് ഇറങ്ങി വരും. ഈ മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? അടിയിലോട്ട് വരുത്തണം. മാർക്കറ്റിന് 3 ഘടനയുള്ളത്.
സോ അത് ഞാനിവിടെ കാണിച്ചു തരാം. SMC പ്രകാരം 3 ഘടനയുള്ളത്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ FVGയിൽ വന്ന് ടാപ്പ് ചെയ്ത് മെറ്റിഗേറ്റ് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്യും, ഒരു കൺസോൾട്ടേഷൻ കളിച്ച് മാർക്കറ്റ് എന്ത് ചെയ്യും, കയറിപ്പോവും. സോ ഇതാണ് ഒരു ഘട്ടം. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും അറിയോ? സോ അടുത്തത് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇവിടെ ഓർഡർ ബ്ലോക്ക് FVG. ഓക്കെ, നേരത്തെ ഞാനത് ബാക്ക് അടിച്ചപ്പോൾ പോയി. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു FVGൻ്റെ ഇത് എടുത്ത് കളയണം. ഓക്കെ, സോ ഈ FVGൻ്റെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ അടുത്തത് FVGയിൽ വന്ന് മെറ്റിഗേറ്റ് ചെയ്തില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ അടിയിലോട്ട് വന്ന് ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്തു. ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്യും, കൺസോൾഡർ ചെയ്യും. ഇവിടുത്തെ ലിക്വിഡിറ്റി കവർ ചെയ്യാതെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ കൺസോൾഡർ ചെയ്തിട്ട് മാർക്കറ്റ് കയറിപ്പോവും. എന്നിട്ട് ഒരു ഡൗൺഫാൾ തന്നിട്ട് വീണ്ടും കയറിപ്പോവും. ഓക്കെ, ഇത് നമ്മളെ ഇതിൽ കാണാറുണ്ട്. എങ്ങനെ? സോ മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിൻ്റെ അടിയിലുള്ള എക്സ്റ്റേണൽ ലിക്വിഡിറ്റി കവർ ചെയ്യാതെ മാർക്കറ്റ് ആ ഓർഡർ ബ്ലോക്ക് മെറ്റിഗേറ്റ് ചെയ്ത് കയറിപ്പോണത് നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു SMC പ്ലസ് ലിക്വിഡിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിൽ വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഹൈ തന്നു എന്ന് വരും. പക്ഷെ എന്ത് ചെയ്യും, മാർക്കറ്റ് നമുക്ക് കൺഫർമേഷനും കാര്യങ്ങളും തന്നു എന്ന് വരും. ഓക്കെ, സോ മാർക്കറ്റ് കൺഫർമേഷൻ തന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു സൈഡിൽ, അതായത് ഈ ഒരു ഇറങ്ങി വന്ന സൈഡിൽ മാർക്കറ്റിൽ എവിടെയെങ്കിലും ഒരു FVG ഉണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ FVGയിലെ ഓർഡേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് ആ ഓർഡേഴ്സിലെ FVGയിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, അടിയിലോട്ട് വരും. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളത് പ്രോഫിറ്റും ആവൂല, നമ്മളത് SL അടിക്കുകയും ചെയ്യും. സോ നോർമൽ SMCയിൽ ഒരു 55% എന്തോ വിന്നിങ് റേറ്റ് ഉള്ളൂ. ബാക്കിയുള്ള ലോസ് വരാനുള്ള കാരണങ്ങൾ ഇതാണ്. സോ നമ്മൾ ഇതിലെന്ത് ചെയ്യണം, അതാണ് നമ്മളിവിടെ പറയുന്നത്. സോ നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റ് ഒരു ഹയർ ഹൈയും ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് വന്നിട്ട് ചിലപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും ഇറങ്ങി വരിക, ഇങ്ങനെ ഇറങ്ങി വരുമായിരിക്കും, ചിലപ്പോൾ ഡയറക്റ്റ് ഇറങ്ങുമായിരിക്കും. ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്യണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് അവിടെ അവോയ്ഡ് ചെയ്യുക. സോ ഞാൻ മാർക്കറ്റിൽ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾക്കിത് ഒരുപാട് കാലം എടുത്ത് പഠിക്കുന്നതിന് പകരം ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. സോ മാർക്കറ്റിൽ ഈ ഒരു സംഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അവോയ്ഡ് ചെയ്യുക. അതിന് പകരം മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഈ ലിക്വിഡിറ്റി കവർ ചെയ്ത്, അതായത് വിക്ക് മാർക്കറ്റിൽ ഈ വിക്ക്, അതായത് ഒരു വിക്ക് വന്നിട്ട് ഈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി, ഇവിടുത്തെ ലിക്വിഡിറ്റി കവർ ചെയ്തിട്ട് മാർക്കറ്റ് മേളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് നമ്മൾ നോക്കണം. എന്നിട്ട് അതിൽ വേണം നമ്മൾ കൺഫർമേഷൻ നോക്കാൻ. ഓക്കെ, അതിൽ വേണം നമ്മൾ കൺഫർമേഷൻ നോക്കാൻ. കൺഫർമേഷൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. കൺഫർമേഷൻ എന്താണെന്ന് അറിയാത്തവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൺഫർമേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി കവർ ചെയ്തിരിക്കുന്നത് വിക്കായിരിക്കണം. ഒരിക്കലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരികയാണ്, ക്യാൻഡിൽ ക്ലോസ് ചെയ്യരുത്. ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, MSS ആയിരിക്കും. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച്, അതായത് മാർക്കറ്റിൽ ആ സ്ട്രക്ചർ ചേഞ്ച് ആയി, അത് അപ് ട്രെൻഡ് നിന്ന് ഡൗൺ ട്രെൻഡ് ആയി മാറി. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ അവിടെ സൂക്ഷിക്കണം. ഓക്കെ, സോ വിക്ക് കവർ ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് നമുക്ക് എന്താണ് ഒരു കൺഫർമേഷൻ തന്നു, ഈ ലെവലിൽ ഒരു കൺഫർമേഷൻ തന്നു, എന്നിട്ട് ചിലപ്പോൾ ഒരു ഡൗൺഫാളിന് ചാൻസ് ഉണ്ട്. ഈ ഡൗൺഫാളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഈ ഡൗൺഫാളിൽ എന്തായാലും വിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും
ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതായത് ഈ വിക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഇവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ഇങ്ങനെ ഒരു വി ഷേപ്പിലുള്ള സ്ട്രക്ചറിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, മേളിലോട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അതേപോലെ തന്നെ ഇതിൽ വിക്ക് ക്ലോസ് ചെയ്യണത് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഉള്ളിലായിരിക്കണം എന്നുള്ളതും നിങ്ങൾ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ബോഡി ബ്രേക്കായി, ഒരു ചെറിയ അംശം പോലും ബ്രേക്കായി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് അവിടെ അവോയ്ഡ് ചെയ്തോ. നിങ്ങൾക്ക് ആയിരക്കണക്കിന് ട്രേഡ് ഇനിയും കിട്ടും. വെറുതെ പൈസ കൊണ്ടേ കളയണ്ട, ഓവർ ട്രേഡ് ചെയ്യണ്ട, ഗ്രീഡ് ആവണ്ട, അതേപോലെ തന്നെ ഓവർ കോൺഫിഡൻസും ആവണ്ട. ഓക്കെ, ട്രേഡ്സ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. കാരണം ഇത് മാർക്കറ്റാണ്, നമുക്ക് ഇഷ്ടം പോലെ മാർക്കറ്റ് കിട്ടും. സോ നിങ്ങൾ ഗോൾഡും BTC അവോയ്ഡ് ചെയ്തോ. നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഗോൾഡും BTC അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റിലിരിക്കുക. ഓക്കെ, മാർക്കറ്റിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇരിക്കുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് ചാർട്ടിൽ കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചാർട്ടിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഇന്ന് ശനിയാഴ്ചയാണ്, നമുക്ക് മാർക്കറ്റ് ഇല്ല. ഓക്കെ, സോ ഞാൻ ഇതൊക്കെ ഒന്ന് കളയട്ടെ. നമുക്ക് ഇന്ന് ശനിയാഴ്ചയാണ്, നമുക്ക് മാർക്കറ്റ് ഇല്ല. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. മാർക്കറ്റ് ഇല്ലാത്ത ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യണത്, നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ യൂറോ USDയിൽ നമുക്ക് ഒരു ട്രേഡ് അവസരമുണ്ട്. യൂറോ USDയിൽ നമുക്ക് നിങ്ങൾ 1 hour ചാർട്ട് എടുക്കുക. ഓക്കെ, 1 hour ചാർട്ട് എടുക്കുക. 1 hour ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്ട്രക്ചർ ഉണ്ട് അവിടെ 1 hour ചാർട്ടിൽ. സോ ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഇതാണ് ആ സ്ട്രക്ചർ, ബ്രേക്കോ സ്ട്രക്ചർ. സോ നിങ്ങൾ ചോദിക്കും, ഇതിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, എന്തുകൊണ്ട് ഇത് എടുത്തുകൂടാ എന്നുള്ളത്. ഓക്കെ, ഇത് എടുത്തുകൂടാ, എന്താണ് ഇത് എടുത്തുകൂടാ എന്നുള്ളത്. കാരണം ഇത് എടുത്തുകൂടാ പാടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോഡി ബ്രേക്ക് ആയിട്ടില്ല. അതൊരു ബോഡി ബ്രേക്ക് ആകത്തോണ്ട് തന്നെ അതൊരു ലിക്വിഡിറ്റി കവറേജ് ഏരിയ ആയിട്ട് മാത്രമേ നമ്മൾ പരിഗണിക്കുള്ളൂ. ഓക്കെ, ലിക്വിഡിറ്റി എടുത്തിട്ട് അവിടുത്തെ പോയി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ ലിക്വിഡിറ്റി ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും എൻട്രി എടുക്കുന്നുണ്ട്. കാരണം മേലത്തെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി കവർ ചെയ്തു. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ലിക്വിഡിറ്റിയും കവർ ചെയ്യാൻ മാർക്കറ്റ് എന്തായാലും അവിടെ ഇറങ്ങി വരും. അതേപോലെ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് ഡയറക്റ്റ് അടിയിലോട്ട് ഇറങ്ങി, മാർക്കറ്റ് അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തു. മാർക്കറ്റ് എന്നിട്ട് അടുത്ത ലിക്വിഡിറ്റി എവിടെയാണുള്ളത്, ഈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയാണ്. മാർക്കറ്റ് ആ ലിക്വിഡിറ്റി എടുത്തു. സോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയാണ്, നമുക്ക് ഇവിടെ ബോസ് കിട്ടി, നമുക്കപ്പോൾ അവിടെ എന്ത് വേണം, ഓർഡർ ബ്ലോക്ക് വേണം. ഓക്കെ, സോ നിങ്ങൾ സ്വിങ്സ് ഇതാക്കുന്നുണ്ടെങ്കിലൊക്കെ സൂക്ഷിച്ചോ. ബോഡി ബ്രേക്ക് ആണ് മെയിൻ, വിക്ക് ബ്രേക്ക് അല്ല. ബോഡി ബ്രേക്ക് നമുക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഉണ്ടായ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. ലാസ്റ്റ് ഉണ്ടായ റെഡ് ക്യാൻഡിലിന്റെ മേലത്തെ വിക്ക് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടിയത്തെ വിക്ക് നമ്മൾ കവർ ചെയ്ത് എടുത്തു. ഓക്കെ, സോ നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടി. സോ നോക്കിക്കോ, മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ഇവിടുത്തെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി കവർ ചെയ്തില്ലേ, മാർക്കറ്റ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി കവർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിവിടെ കൺഫർമേഷൻ നോക്കണം. 1 hour ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ഫ്രെയിംസ് നമ്മൾ 5 minute ആണെന്നുള്ളത് നമ്മൾ ഒരുപാട് പ്രാവശ്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം. സോ നമ്മൾ 5 minute പോയി നോക്കുക. 5 minute പോയി നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, അവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടിയതായിട്ട് കാണാൻ പറ്റും. എങ്ങനെ, ഇതാ കണ്ടോ. സോ നമ്മൾ 5 minute പോയി നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടായ സ്ട്രക്ചർ ബ്രേക്ക് ആയാലാണ് നമ്മൾ കൺഫർമേഷൻ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എവിടെ നിന്ന് എൻട്രി എടുക്കാം, ഒന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ബ്രേക്ക് ആവുമ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കാം, ഈ ഒരു റേഞ്ചിൽ നിന്ന് എൻട്രി എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്നിട്ട് ഇതാ ഒരു ബ്രേക്ക് തന്നു. ഓക്കെ, ഈ ഒരു ബ്രേക്ക് തന്നു, മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഇപ്പോഴത്തെ കറണ്ട് പൊസിഷനിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 hourലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, 1 hourലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ബൈ പൊസിഷൻ കൊടുക്കുക, ഇവിടുന്ന് എൻട്രി പൊസിഷൻ പ്ലാൻ ചെയ്യുക. ഓക്കെ, എൻട്രി പൊസിഷൻ പ്ലാൻ ചെയ്യുക. എന്നിട്ട് മാർക്കറ്റിന്റെ ഹൈ ഇവിടെ കൊണ്ടുപോയി വെക്കുക. ഇവിടെ കൊണ്ടുപോയി വെച്ചു.
SL എവിടെ വെക്കണം എന്നറിയോ? SL ഒന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റിൽ പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് SL ഇവിടെ വെക്കാം. SL കുറച്ച് ഇറക്കി വെക്കാം. ഓക്കെ, സോ ഈ ഒരു ലെവലാക്കിയിട്ട് വെക്കാം SL. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് ഏകദേശം 1:2 റേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്കിവിടെ കുറച്ചും കൂടി കയറ്റി വയ്ക്കാം, എന്നാലേ 1:2 റേഞ്ച് ആവുള്ളൂ. കുറച്ചുകൂടി കയറ്റി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. 1:2 റേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ ഇവിടെ, മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ അല്ല, ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഓൾ ടൈം ഹൈ ഇവിടെ കൊണ്ടേ വയ്ക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 1:1 റേഷ്യോ. സോ നമ്മൾ ഇങ്ങനത്തെ എൻട്രി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ് ടു യു. 1:1 റേഷ്യോയിൽ എൻട്രി എടുക്കണമെന്നുള്ളത് അപ് ടു യു ആണ്. സോ ഞാൻ ബേസിക്കലി 1:1 ഞാൻ എൻട്രി എടുക്കലില്ല. മിനിമം 1:2 1:3. നമുക്ക് ഇങ്ങനത്തെ സ്ട്രക്ചറിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടണത് നമുക്ക് അടിയിൽ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ പ്രോഫിറ്റ് ലെവലിലാണ്. നമ്മൾ ഫസ്റ്റ് ടാർജറ്റ് സെക്കൻഡ് ടാർജറ്റ് എന്നുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. ഇനി നമുക്ക് 5 മിനിറ്റിൽ പോയി നോക്കിയിട്ട് നമുക്ക് ആ ഒരു സ്ട്രക്ചർ, അതായത് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിയ ലെവൽ മുതൽ നമുക്ക് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോ നമ്മൾ ഇവിടെ മുതലാണ് എൻട്രി എടുക്കുന്നത്. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ 1 അവറിലേക്ക് തിരിച്ച് പോവുക. 1 അവറിലേക്ക് തിരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോഫിറ്റിലാണ്. സോ നമുക്ക് ഇതിങ്ങനെ കയറ്റി വയ്ക്കാം, ഈ ഒരു ലെവൽ വയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധനം അപ്പാക്കി കൊടുക്കുക. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ 1:2 റേഞ്ചാണ്. ഓക്കെ, ഈ ട്രേഡ് നമ്മൾ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കും. സോ ഞാൻ ഈ ട്രേഡ് കണ്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഞാൻ ഇന്നാണ് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നത്. സോ ഇത് ഒരു പെർഫെക്റ്റ് ട്രേഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു FEG ഉള്ളതായിട്ട് കാണാം. സോ മാർക്കറ്റ് ഇങ്ങനെ കയറി ഈ ഒരു FEGയിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മേളിലോട്ട് തന്നെ കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ട്രെൻഡ് ആയാലും നമുക്ക് പേടിക്കേണ്ടതില്ല. കാരണം ഈ മുഴുവൻ SL നമുക്ക് കൊടുക്കേണ്ടത് ആവശ്യമില്ല. കാരണം 5 മിനിറ്റിൽ നമ്മൾ വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ലാസ്റ്റ് ഉണ്ടായ സ്ട്രക്ചർ. ഓക്കെ, സോ ഈ ലാസ്റ്റ് ഉണ്ടായ സ്ട്രക്ചർ ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോഡി ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം നമുക്കവിടെ ചെറിയ ലോസേ വരുന്നുള്ളൂ. സോ മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞ് ട്രേഡ് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, സോ വാരി വലിച്ച് ട്രേഡ് ഇടുന്നതിനെക്കാട്ടും നല്ലത് നോക്കി മാസത്തിൽ ഒരു 6-7 ട്രേഡ് എടുക്കുന്നതാണ് നല്ലത്. പ്രോഫിറ്റബിൾ ആവാൻ അത് മതി. അതിൽ 2 ലൂസിങ് വന്നാലും 4 പ്രോഫിറ്റ് ആയാൽ മതി. നമുക്കെന്താണ്, നമ്മൾ പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഈ ഒരു സെറ്റപ്പ് ധാരാളമാണ്. ഓക്കെ, സോ ഈ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് മനസ്സിലാവും ഈ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇത് ഞാൻ കുറച്ച് കാലം എടുത്ത് മനസ്സിലാക്കിയതാണ്. കാരണം നമുക്ക് പെട്ടെന്നൊന്നും ബിഗിനേഴ്സിനൊന്നും പെട്ടെന്ന് നോക്കി മനസ്സിലാവില്ല. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും അവർക്ക് എന്താണ് ലിക്വിഡിറ്റി എന്താണെന്നുള്ളതും അതേപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്നുള്ളതും ഷിഫ്റ്റും ചോച്ചും കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും അവർക്ക് കറക്റ്റായിട്ട് പിടികിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് ധാരാളമാണ്. ഇനി ഇതിന് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടിട്ട് നിങ്ങൾ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യുക. എന്നിട്ടും ഡൗട്ട് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാവും, സ്വാഭാവികമാണ്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടതിന് വളരെ താങ്ക് യു. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനലും കാര്യങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ്, ഈ വീഡിയോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇത് വല്ലതും മനസ്സിലായോ എന്നുള്ളത് കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.